തികഞ്ഞ കരുതലോടെ വേണം നമ്മൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കും. ചതുപ്പും ചതിക്കുഴികളും ഉണ്ടാവും. കേട്ടതും കണ്ടതും അറിഞ്ഞതും വെച്ച് നോക്കുമ്പോൾ നിങ്ങൾക്കെന്ത് തോന്നുന്നു? ഈ 3 കേസുകളും തമ്മിൽ എന്തെങ്കിലും ബന്ധം? ആനിയുടെ കൊലപാതകത്തിന്റെ ദൃക്സാക്ഷിയാവണം. അപ്പോ ആനി മരിച്ചു അല്ലേ? അങ്ങനെ ഫാദർ കൊല്ലപ്പെടുന്നു. ഒരുപക്ഷെ ഈ 2 കൊലപാതകങ്ങൾക്ക് പിന്നിൽ രാജപുത്തൂരാനാണെങ്കിൽ ആനയെയും അച്ഛനെയും സ്നേഹിക്കുന്ന ആരെയൊരാൾ അയാളെ പെണ്ണായി കൂടെ വേണം. ഈ പറഞ്ഞ പുത്തൂരൻ ആനയുടെയും അച്ഛന്റെയും കൊലപാതകത്തിന്റെ സാക്ഷിയാണെങ്കിലും അങ്ങനെ വരാൻ സാധ്യതയില്ല. സാക്ഷിയായിരുന്നെങ്കിൽ അയാൾ ഈ ദിവസങ്ങൾക്കുള്ളിൽ മൊഴി നൽകുമായിരുന്നു. മനഃപൂർവ്വം മറച്ചുവെച്ചതാണെങ്കിലും എന്തിനും അല്ലമരം ആരെങ്കിലും ഭയന്നു. അപ്പൊ ഈ 3 കൊലപാതകങ്ങളും നടത്തിയത് ഒരാളാണെന്നാണ് പറഞ്ഞു വരുന്നത്. ആനയുടെ കാര്യത്തിൽ ബോഡി കിട്ടാതെ കൊലപാതകമാണെന്ന് തീർച്ചപ്പെടുത്താൻ പറ്റില്ലല്ലോ. അപ്പൊ നിങ്ങൾ പറയുന്നത് പുത്തൂരാൻ ഈ കഥയിലെ സാക്ഷിയോ പ്രതിയോ ആണെന്നാണ്. അങ്ങനെ അല്ലാത്തൊരു സ്പോട്ട് ഉണ്ടല്ലോ. ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടന്നതുകൊണ്ട് ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ഒരേ വീടുമായി ബന്ധപ്പെട്ട കേസ് ആയതുകൊണ്ടല്ലേ നിങ്ങളിങ്ങനെ പരസ്പരം ബന്ധിപ്പിക്കാൻ നോക്കുന്നത്? 3 റീസണും ഇന്റൻഷനും ഉണ്ടെങ്കിലോ പ്രതികൾ 3 വ്യത്യസ്തരാണെങ്കിലോ? അല്ല, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചൂടാ? കഴിഞ്ഞ ദിവസം ആജി സാർ പറഞ്ഞൊരു കരുതുമുണ്ട്. പറഞ്ഞിട്ട് വേണം. 3 കേസല്ല, 4ാമത് ഒന്നുകൂടി നമ്മൾ അന്വേഷിക്കണം. ലോക ചരിത്രത്തിൽ ആദ്യമായി കൊല്ലപ്പെട്ട ആൾക്കും അന്വേഷിക്കാമെന്ന പോലീസ് ഓഫീസർക്കും ഒരേ മോച്ചായ. എവിടെ നിന്ന് എങ്ങനെ ആരംഭിക്കണമെന്ന് ഇനി നമ്മൾ തീരുമാനിക്കണം. ആരംഭം കൃത്യമായ വഴികളിലൂടെ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് സത്യസന്ധമായ ഒരു ആരംഭം. പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് സത്യസന്ധമായ വഴിയിലൂടെ ഒരു മുന്നേറ്റം. കഥ ഇവിടെ അതിശക്തമായ മറ്റൊരു വഴിത്തിരിയിലേക്ക് പ്രവചനാതീതമായ വരും കാഴ്ചകൾക്കായി കരുതലോടെ കാത്തിരിക്കുക. ഇനി തിങ്കളാഴ്ച.